നേതാവേ ആകെ പ്രശ്നമായിരിക്കാണ്. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണ്, അടുക്കാൻ പറ്റണില്ല. അതെ, ഇങ്ങനെ പോയല്ലേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കൂട്ടോ. അതിനിപ്പോ എന്ത് ചെയ്യാനാടാ? എന്താണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? നേതാവേ, നമുക്കൊരു പന്തം കൊളുത്ത് പ്രകടനം നടത്തിയാലോ? എന്തിനാടാ? എന്നിട്ട് ഈ അന്തരീക്ഷം മലിനീകരണം നേതാവേ, പണ്ട് സാധനങ്ങൾക്ക് 25 പൈസ വില കൂടിയപ്പ നമ്മ ഈ പന്തംകൊളുത്തി പ്രകടനം നടത്തിയിട്ടുള്ളതല്ലേ? ഈടോ അതൊക്കെ കാലഹരണപ്പെട്ട രീതികളല്ലേ. വെറുതെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാന്നല്ലാതെ ഒരു നേട്ടമില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ കച്ചവടക്കാർക്കെതിരെ തേങ്ങാമ്പോ വരുന്നാലാ? അതുകൊള്ളാം, ഉഗ്രൻ ഐഡിയ, സൂപ്പർ. ഈടോ അതൊക്കെ നമ്മുടെ ഇമേജിനെ ബാധിക്കും. അതൊന്നും ശരിയാവില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ നേതാവേ. ആളുകൾക്കാണെങ്കിൽ പണിയില്ല, സാധനങ്ങൾക്കാണെങ്കില ഒടുക്കത്തെ വില. നമ്മുടെ സപ്ലൈക്കല്ലേ അവിടേക്ക് ഒരു സാധനം കേട്ടാ. എടോ, ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഒക്കെ ഒരു ആഗോള പ്രതിഭാസമാണ്. അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓ, പണ്ടാരടങ്ങാനായിട്ട് നിങ്ങളൊന്ന് സമാധാനപ്പെട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗിരീഷേ, അലമാരിയിൽ നിന്ന് ആ ശബ്ദ താറാവലി ഇങ്ങോട്ടെടുക്കൂ. ഇനി ഒരു പ്രശ്നമില്ല, എല്ലാം സെറ്റ്. നടപടിയാവും, വർക്കൗട്ട് ആവും. അത് നടപടിയാകുമെന്നോ? എടോ, നമ്മൾ കഴിഞ്ഞ ദിവസമല്ലേ കോളനി എന്നുള്ള പദം നിരോധിച്ചുകൊണ്ട് കോളനിയിൽ താമസിക്കുന്നവരുടെ അപകർഷതാബോധം പൂർണ്ണമായി ഇല്ലാതാക്കിയത്. അപ്പോൾ ഇത് 100% വർക്കൗട്ടാകും. എന്താ സംശയമുണ്ടോ? അങ്ങനെ നേതാവേ, ആ തൊഴിലില്ലായ്മ അഴിമതിയോട് വെട്ടിക്കൂടെ? ആ, അങ്ങനെ ദാരിദ്ര്യോട് നീട്ടിയേക്ക് ആകാലോ. അതിനല്ലേ ഇച്ഛാശക്തി ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. തൊഴിലില്ലായ്മ വെട്ടുന്നു, അഴിമതി അതും വെട്ടി, ദാരിദ്ര്യം അതും കൂടെ വെച്ചേക്കണ്ട. ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ